സംസ്ഥാനത്ത് വിവിധ റേഷൻ വ്യാപാരി സംഘടനകൾ നടത്തുന്ന അനിശ്ചിതകാല സമരം ആരംഭിച്ചു. സമരത്തിന്റെ ഭാഗമായി തൊടുപുഴയിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും കൂട്ടധർണയും നടത്തി. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് നടത്തുന്ന അനിശ്ചിതകാല കടയടപ്പ് സമരം ആരംഭിച്ചു. സംസ്ഥാന റേഷൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സമരം. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തൊടുപുഴയിൽ പ്രതിഷേധ മാർച്ചും കൂട്ടധർണയും നടത്തി. നിത്യം വാങ്ങും സാധന വിലകൾ, നിത്യം വാങ്ങും സാധന വിലകൾ, നിത്യം വാങ്ങും സാധന വിലകൾ, നിത്യം വാങ്ങും സാധന വിലകൾ. കാശില്ലാക്കളെ കേട്ടുമടുത്തു. താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ നടത്തിയ കൂട്ടധർണ സംയുക്ത സമരസമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് അതിൽ നിന്ന് കടയുടെ വാടക കൊടുക്കണം, വൈദ്യുതി ചാർജ് കൊടുക്കണം, സഹായിക്ക് പൈസ കൊടുക്കണം, മറ്റു ചെലവുകൾ വേണം. ഇതെല്ലാം കഴിഞ്ഞാൽ റേഷൻ വ്യാപാരിക്ക് മാസം കിട്ടുന്നത് 6000 രൂപ അല്ലെങ്കിൽ 7000 രൂപ പരമാവധി. ഇതുകൊണ്ടൊരു കുടുംബം കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഇതൊരു പുതിയ പദ്ധതിയിലേക്കുള്ള മാറ്റമാണ്. ന്യൂനതകൾ ഉണ്ടാകാം, നമുക്കൊരു 6 മാസം ഒന്ന് വിലയിരുത്താം. 6 മാസം പോയി, 6 കൊല്ലം പോയി, 7 കൊല്ലമായി. പല പല കാരണങ്ങളാൽ ചർച്ച പോലും നടന്നില്ല. AV ജോർജിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ ഡൊമിനിക് ML, തോമസ് വർക്കി, ബേബി വട്ടക്കുന്നൽ, TS കാസിം, ജാൻസി ജോണി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ ടുഡേ ന്യൂസ്. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായ നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്, എന്നാ സ്പീഡാ കേരള മിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.